പരിശുദ്ധാത്മാവിൽ പ്രമാണത്തിന്റെ ഒരു ദൂത് അറിയിക്കുക. ഇന്ന് പകൽ നീ വന്നതുപോലെ പോകുന്നില്ല. നീ ഇന്ന് പല വേദനയോടെയായിരിക്കും വന്നിരിക്കുന്നത്, പല പ്രയാസത്തോടെ ആയിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിന്റെ അടുത്ത് വന്ന നിന്റെ സ്ഥിതികളെ മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന ദൈവം നിന്നെ വിളിച്ചത് പുതുമുഖമാണ്. ദൈവം നിന്നെ വിളിച്ചത് പുറത്തെടുക്കുക. വീണ്ടും ഇന്ന് ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ നഗരത്തിലാവേ, ഞങ്ങളുടെ കർത്താവിന്റെ സമയം അടുത്തു വരുന്നു. അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണം. തുടർന്നുള്ള സമയങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ കൈവർത്തിക്കണം. കർത്താവേ, യേശു പോയപ്പോൾ അതുവരെ ചെയ്യാത്ത കാര്യത്തിൽ യേശു ചെയ്തു. ഇന്നുവരെ വിളിക്കുന്നത് അസാധാരണമായ ചില അത്ഭുത പ്രവർത്തികൾ ഇപ്പോൾ ഈ ആലയത്തിന്റെ നടുവിൽ വിശ്വസിക്കുന്നു. അത് ചെയ്യിപ്പിച്ച് പരിശുദ്ധാത്മാവിനുള്ള സമയം അനുഗ്രഹിച്ചത് അതിന്റെ ദാസന്മാരെ ശുദ്ധീകരിക്കണം. അതിനായി വെളിപ്പെടുത്തും. കർത്താവിന്റെ സാന്നിധ്യത്തിൽ മാറ്റണം. കണ്ണുവരുന്ന ആവശ്യകതമായ ശുശ്രൂഷിക്കുന്നതായ എല്ലാ വചനത്തിന് പേരും ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി കർത്താവ് വർഷിപ്പ് ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാരുടെ പേരും കർത്താവിന്റെ സാന്നിധ്യം അഗ്നി വെളിപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചിത്രത്തിന് പേരും വേണ്ടതായ മന്നങ്ങളെ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടതായ മന്ന സ്വർഗത്തിലുള്ള ഈ പ്രഭാതത്തിൽ ഇവിടെ കൊണ്ട് വെച്ചിട്ടുള്ളതിനായി അത് നിങ്ങൾ എടുത്ത് ഭക്ഷിക്കുക. വലിയ സാന്നിധ്യം നമ്മുടെ മേൽ ചലിക്കപ്പെടേണ്ടതിന് സ്തുതിക്കാം. ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാം ദിനമായി